ഹലോ ഡിയേഴ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയാലോ? ടാറ്റ പോകാനല്ല കേട്ടോ, ഇന്ന് അമ്പലത്തിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു അമ്പലം വൈബിലൊക്കെ പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത്. 7 മണിക്കാണ് അവരെത്താൻ പറഞ്ഞത്. അപ്പോൾ 5 മണിയായപ്പോഴേക്കും ഞാൻ റെഡി ആയി തുടങ്ങി. വേഗം ഫേസ് എല്ലാം വാഷ് ചെയ്തു, മോയ്സ്ചറൈസറും പ്രൈമറെല്ലാം ഇട്ടു. അതിനുശേഷം എൻവൈബയുടെ ഫൗണ്ടേഷൻ ഇട്ടു, കോമ്പാക്ട് പൗഡർ ഇട്ടു. അപ്പോൾ അമ്മാളും ഇതൊക്കെ കണ്ടിങ്ങനെ അന്തപ്പെട്ട പോലെ ഇരിക്കുന്നുണ്ട്, കാരണം അവൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലായതും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഹരിവരാസനമാണ് പെർഫോമൻസ്. സോ ഒരു ബ്ലാക്ക് കളർ സാരിയിൽ പിങ്ക് ബോർഡറാണ് എൻ്റെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു പിങ്ക് ഐ ഷാഡോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ണെല്ലാം നല്ല ഹൈലൈറ്റഡ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്, കാരണം ഒരു സെമി ക്ലാസിക്കൽ പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ കണ്ണൊക്കെ നല്ല ഭംഗിയിൽ എഴുതിയാലാണ് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യും. സോ കണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ മുകളിലും താഴെയും എഴുതി. ഉള്ളിലാണെങ്കിലും കാജൽ കൊണ്ട് നല്ല ഡാർക്കായിട്ട് എഴുതിയിട്ടുണ്ട്. അമ്മാളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്താ വല്ല ചുട്ടി കുത്തുവാണോ എന്നുള്ളൊരു ഭാവത്തിൽ. ഇടയ്ക്ക് അവിടെ ബോധം കെട്ട് കിടക്കുകയും ചെയ്യും, പിന്നെയും എണീറ്റ് വരും. അങ്ങനെ കുറേ നേരം അവൾ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി, അതിന് ശേഷം പൊട്ടൊക്കെ തൊട്ടു. മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ, ഫേസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു നാടോടി നൃത്തത്തിന് മേക്കപ്പ് ചെയ്തൊരു അവസ്ഥയിലായിരുന്നു എൻ്റെ ഫേസ് ഉണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബേസിക്കലി. അപ്പോൾ പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞ് മസ്കാരയൊക്കെ കുറച്ചിട്ടു. പിന്നെ ഇപ്പോൾ ഹെയർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പൂവൊക്കെ എടുത്തിങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ആൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ഇതെല്ലാ പൂവും വലിച്ച് വാരിയിട്ട് ഓരോന്ന് അവളുടെ തലയിൽ വെച്ച് നോക്കും. അത് കഴിഞ്ഞ് കണ്ണാടിയിൽ വന്ന് നോക്കും. എനിവേ അമ്മാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു അമ്പലപ്പറമ്പിലൊക്കെ കൊണ്ടുവരുത്തിയ ഒരവസ്ഥയിൽ അതായിരുന്നു അമ്മാളിന്. ഷീ ഈസ് വെരി ഹാപ്പി. അപ്പോൾ ഞാൻ വേഗം ഹെയർ കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനീഷേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പാവം കുറേ കഷ്ടപ്പെട്ടു. ഇടയ്ക്ക് വീഡിയോ എടുക്കണം, ഇടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണം. സാധാരണ ഈ പണികളൊക്കെ എനിക്ക് ചെയ്തു തരാറുള്ളത് എൻ്റെ അമ്മയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് അമ്മയ്ക്ക് എൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസിന് വരാൻ പറ്റാതെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അനീഷേട്ടൻ എന്നെ മൊത്തം ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ വേഗം ഹെയർ എല്ലാം സെറ്റ് ചെയ്തു. പണ്ടിത് കുറേയൊക്കെ ചെയ്തേക്കണോണ്ട് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ വേഗം ഹെയർ എല്ലാം കെട്ടി പൂവെല്ലാം വെച്ചു. ഒരു താഴെ ഒരു ഓറഞ്ച് കളർ ഫ്ലവറും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേഗം പോയി സാരി എല്ലാം കെട്ടി. ഒരു മറാത്തി സ്റ്റൈലിലാണ് ഞാൻ സാരി വെയർ ചെയ്തത്. പിന്നെ ഈ ഓർണമെൻറ്റ്സ് എല്ലാം എനിക്ക് എൻ്റെ ക്ലാസ്സിലെ ശിവാനിയാണ് കേട്ടോ തന്നത്. അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ചൊരു ലോങ് ഹാരമുണ്ട്, ഭയങ്കര എലഗൻ ലുക്കുള്ള ഒരു മാലയായിരുന്നു കേട്ടോ അത്. അപ്പോൾ താങ്ക്സ് ശിവാനി ഫോർ ദിസ് എന്താ പറയുക ഓർണമെൻറ്റ്സ്. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഒരു 6:50 ആയപ്പോഴേക്കും അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് അവിടെ വേറെ പെർഫോമൻസിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വേഗം വന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു, ചെലങ്കയൊക്കെ കെട്ടി. ഞാൻ റെഡി ആയിട്ടുണ്ട്. അമ്മാളും ശിവ എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിളിച്ചു. ആദ്യത്തെ പെർഫോമൻസ് തന്നെയായിരുന്നു. ഞാൻ വേഗം ചെന്നു. നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. എനിവേ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം കുറേ നാളെ ഇങ്ങനെയൊക്കെ ഒരു പെർഫോമൻസ് കൊടുത്തിട്ട്. വേഗം വീട്ടിൽ വന്നു, 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. ബൈ ബൈ. ഹലോ ഡിയേഴ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയാലോ?